ക്വസ്റ്റ്യൻ നമ്പർ 36. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കും. അപ്പോൾ മോഷൻ ഓഫ് എ പെൻഡുലം വിത്ത് ദ എഫക്റ്റ് ഓഫ് ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഡാംപ്ഡ് ഓസിലേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് தான். അതായത് ഡിസിപ്പേറ്റീവ് ഫോഴ്സ് മീൻസ് എയർ ഫ്രിക്ഷൻ, വേറെ ഏതാவது ഫ്രിക്ഷൻ അതിന് മോഷൻ ഒപ്പോസ് பண்ணும்போது കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ എനർജി കമ്മിയാകും. ദർഫോർ ആംപ്ലിറ്റ്യൂഡ് വിൽ ഡിക്രീസ്, ഇറ്റ് ഈസ് കോൾഡ് ഡാംപ്ഡ് ഓസിലേഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സിംഗിങ് ഓഫ് എ ചൈൽഡ് ഇൻ എ സിംഗ്. ഒരു ഊഞ്ചലിൽ ഒരു കുളന്ത ഇരുന്ന് സിംഗ് பண்ணும்போது വിത്തൗട്ട് എക്സ്റ്റേണൽ പുഷ് ഈസ് എ എക്സാമ്പിൾ ഫോർ ഫ്രീ ഓസിലേഷൻ. ബട്ട് ഈ സിംഗും പ്രാക്ടിക്കൽ കേസിൽ സിംഗ് ഈ ഊഞ്ചലും എന്താണ് ഡാംപ്ഡ് ഓസിലേഷൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ റോങ് ആണ്. ഫോർ ഓൺലി വൺ ഓപ്ഷൻ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഓൺലി കറക്റ്റ്. ഓപ്ഷൻ 1 தான் കറക്റ്റ് വരും. ഇതേമാതിരി ക്വസ്റ്റ്യൻ നമ്പർ 37. എ കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് കോൾഡ് ചാൾസ് ലോ. ഓക്കെ, ദർഫോർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ചാൾസ് ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 38 ഒരു ഗിവൺ വോളിയത്തുക്കുള്ള എന്താണ് ഡൈപോൾസ് ആണ് വെച്ചിരിക്കുക. അപ്പോൾ ഡൈപോൾസ് എന്ന് പറയുമ്പോൾ നെറ്റ് ചാർജ് എപ്പോഴും 0 ആയിരിക്കും. ബിക്കോസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് വിൽ സെപ്പറേറ്റഡ്. ദർഫോർ നെറ്റ് എൻക്ലോസ്ഡ് ചാർജ് ഇൻ ദ ഗോഷ്യൻ സർഫസ് വിൽ ബി 0. ദർഫോർ ഫ്ലക്സ് വിൽ ബി 0. ഓപ്ഷൻ 2 വരും. ക്വസ്റ്റ്യൻ നമ്പർ 39. ഒരു സാറ്റലൈറ്റ് വന്ന് എർത്തിൻ്റെ സർഫസിൽ നിന്ന് 400 കിലോമീറ്ററിൽ റൊട്ടേറ്റ് பண்ணிட்டிருக்கு. இந்த சாட்டலைட்டிനെ அந்த ஓர்பிட்டின்னு பிக் பண்ணி எர்த்திൻ്റെ இன்ஃப்ளூயன்ஸ்ன்னு எஸ்கேப் பண்ணணும். அந்த சேட்டலைட்டுக்கு எஸ்கேப் பண்ணணும். they are asking what is the escape velocity or the energy, how much energy you have to give to take the satellites from that orbit to infinity എന്നാണ്. അപ്പോൾ ആക്ച്വലി ഒരു ഓർബിറ്റിൽ ഇരിക്കുന്ന സാറ്റലൈറ്റിന് ഒരു ടോട്ടൽ എനർജി ഓൾറെഡി ഇരിക്കും. ദ ടോട്ടൽ എനർജി ഇസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ആക്ച്വലി ന്യൂമറിക്കലി ദ ടോട്ടൽ എനർജി ഓഫ് ദ സാറ്റലൈറ്റ് ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. അപ്പം എച്ച് ഹൈറ്റിൽ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇരിക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി -GMM/R+H ആണ്. അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ /2 വരും. അപ്പോൾ ദിസ് ഈസ് ദ സിറ്റുവേഷൻ. ദിസ് ഈസ് ദ സാറ്റലൈറ്റ്. സാറ്റലൈറ്റിൻ്റെ മാസ് ആണ് ആക്ച്വലി സ്മോളം. അത് സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റിലാണ്. എർത്തിൻ്റെ റേഡിയസ് R, എർത്തിൻ്റെ മാസ് M. അപ്പോൾ ആ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഹാഫ് ആയിരിക്കും സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി. അപ്പോൾ ഇനി ഇന്ത എനർജി കൂടെ ഐ ആം എക്സ്ട്രാ സപ്ലൈയിങ് എക്സ് എനർജി. X energy means in the form of kinetic energy or somehow I am giving some additional energy so that you are taking the satellite to infinity. ഇൻഫിനിറ്റിയിൽ വരുമ്പോൾ ആക്ച്വലി യു ആർ ടേക്കിംഗ് ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ വരുമ്പോൾ ഈ സാറ്റലൈറ്റിൻ്റെ എനർജി എவ்வளവായിരിക്കും 0 ആയിരിക്കും. ദർഫോർ ഓൾറെഡി ഇൻ ദ എനർജി ഇരിക്കും സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി പ്ലസ് അഡീഷണൽ സംതിങ് യു ആർ ഗിവിങ്. ഇൻഫിനിറ്റിയിൽ വരുമ്പോൾ ടോട്ടൽ എനർജി ഈസ് 0. ദർഫോർ എക്സ് ഈസ് ഹൗ മച്ച് GMM/2 R+H. അപ്പോൾ അതിൽ മാസ് ഓഫ് എർത്ത് 6 × 10⁻24 കിലോഗ്രാം. റേഡിയസ് ഓഫ് എർത്ത് 6400 കിലോമീറ്റർ ഇൻറ്റു 10⁻3 ആക്കുമ്പോൾ മീറ്ററായി. ഹൈറ്റ് H = 400 കിലോമീറ്റർ, ദാറ്റ് ഈസ് ഇൻറ്റു 10⁻3. അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணும்போது you will get answer. Now question number 42. The value of electric field inside the capacitor is 50 volt/meter. If a dielectric material of dielectric constant 6.5 is filled between the plates of capacitor, then the magnitude of polarization. Actually നമ്മൾ ഇത് മാഗ്നറ്റ്സിൽ പഠിക്കുന്ന മാതിരി അതേ റിലേഷനാണ്. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അതേമാതിരി ഹൗ മച്ച് ഡൈപോൾസ് ഇലക്ട്രിക് ഡൈപോൾസ് ആർ ക്രിയേറ്റഡ് ഇൻ ദ സ്പെസിമെൻ, അതിനാണ് പോളറൈസേഷൻ ചൊല്ലുന്നത്. ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. വി ക്യാൻ റൈറ്റ് as psi E എന്ന് എഴുതാം. psi ഈസ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി മാതിരി ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ഇൻറ്റു E. E ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ദർഫോർ എമൗണ്ട് ഓഫ് പോളറൈസേഷൻ = psi × E. വി നോ ദാറ്റ് εr or dielectric constant = psi+1. ഇതേ റിലേഷൻ മാഗ്നറ്റ്സിൽ ഇരിക്കും. μr is equal to psi+1 എന്ന് എഴുതാം. therefore μr is given, therefore psi is 5.5 വരും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഓൾസോ given, therefore സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணிയാൽ 275 എന്ന് ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43 ക്വസ്റ്റ്യൻ എന്താണ്? ഈ 2 പോയിന്റ് എർത്ത് പണിയിരിക്കുന്നത് അതിന് എന്താണ് ഒരുമിച്ച് അങ്ങ് ജോയിൻ പണിയാൽ പോതും. ഒരേ പോയിൻ്റാണ്. ഇതിനെ അങ്ങ് ജോയിൻ പണിയാൽ എന്താവും? ഇതൊരു സിമ്പിൾ സർക്യൂട്ടായി. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A and B? അപ്പോൾ ആക്ച്വലി ഈ 2ഉം இப்படி ஜாயின் பண்ணும்போது இந்த மாதிரி வரும். ഈ 2ഉം പാരലൽ വരും. ഇൻ ബിറ്റ്വീൻ A and B എന്നാണ്. ആക്ച്വലി എയിൽ നിന്ന് കറണ്ട് ഏറി ഇത് റീഡ്രോ പണിയാൽ ഇറ്റ്സ് വെരി സിമ്പിൾ സർക്യൂട്ട്. ബിയിലൂടെ തിരുമ്പി വരുന്ന മാതിരി. അതേമാതിരി കറണ്ട് 44th ക്വസ്റ്റ്യൻ ആയാലും കറണ്ട് പാക്കുന്നതുക്ക് എന്താണ് 5 - 3 റെസിസ്റ്റൻസ് എടുത്താൽ പോകും. ബിക്കോസ് ഇതൊരു ഐഡിയൽ ഡയോഡാണ്. ഫോർവേഡ് ബയസ് ആണ്. ദർ ഈസ് നോ ഡ്രോപ്പ്. 45 ക്വസ്റ്റ്യൻസിൽ kinetic energy equal to എന്താണ് VQ. Potential is V 2 volt. Q is the charge. Charge of proton is E only. You will easily get it.